ഇവിടെ ഗായ്സ് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ആന നിരത്തിയിട്ടാണ് ഒക്കെ മെല്ലെ പോകാൻ വരും ഗായ്സ്. ആനകളുള്ള റൂട്ടാണിത്. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോളോ ടു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മൾ സ്വന്തം കക്കാടംപൊയിലേക്കാണ്. അപ്പോൾ ഇന്ന് ഞാനുണ്ട്, പീയൂഷുണ്ട്, അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വന്നിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിൽക്കുക നമ്മൾ കക്കാടംപൊയിലാണ്. അപ്പോൾ ഇവിടേക്ക് വന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. കാമാണ്. ഗായ്സ്, ഇതിപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗമുണ്ട്. കാരണം നമ്മൾ ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലൂടെ പോയി പോകണത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വേറെ സ്ഥലങ്ങളിൽ വരാണ്ട് അവിടെ എത്തുമ്പോൾ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തി ഗായ്സ്. ഗായ്സ് പേര് ബ്ലോക്കാണ് ഗായ്സ്, അതാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ കക്കാടംപൊയിൽ റൂട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കവിടെ പോയേക്കണം. ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ ഗായ്സ്, അടുത്ത പരിപാടി പറഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് ഇനി പോകാനുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് നല്ല കടകൾ നോക്കുകയാണ്, കടകൾ കിട്ടണമല്ലേ ഗായ്സ്. ആ നേരെ കാണാൻ മല ഉണ്ട് കക്കാടംപൊയിൽ. ആന 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 ഗായ്സ്. പക്ക കാടാണ് അതൊക്കെ. മെല്ലെ പോ ഗായ്സ്. എന്താ വൈബൊക്കെ, അടിപൊളി റൂട്ടാണ് നമ്മളെ ഈ നിലമ്പൂർ ടു കക്കാടംപൊയിൽ പറഞ്ഞ റൂട്ട്. നിങ്ങൾ എന്തായാലും വരേണ്ട ഒരു റൂട്ടാണിത്. നമുക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും മെല്ലെ പോയേക്കാം. ഓക്കെ, കാഴ്ചകൾ കൂടിക്കൂടി വരുന്നു. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് അതുപോലെ കണ്ടോ, ഇതാണ് ഒരു ഒറിജിനൽ കാടിനുള്ളിലൂടെ നമ്മൾ പോകട്ടോ. മെല്ലെ പോകും, കാഴ്ചകളാണ് പറ്റും. ഗായ്സ്, പെട്ടെന്നൊരു ആന കുഞ്ഞൊക്കെ നമ്മൾ എന്ത് ചെയ്യും പീയൂഷ്? പെട്ടെന്നൊരാണ് നമ്മൾ എന്ത് ചെയ്യാം? ഓടണം. അങ്ങനെ നമ്മളെ ഒരുപാട് കാഴ്ചകൾ വീണ്ടും തുടങ്ങി ഗായ്സ്. ഫോറസ്റ്റ് ഏരിയകൾ വീണ്ടും വരുന്നു. അവിടെ ആന നിരത്തിയിട്ടാണ് ഒക്കെ മെല്ലെ ആന വരും ഗായ്സ്. ആനകളുള്ള റൂട്ടാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ആന ഉണ്ടോ ഇല്ലേന്ന്. പീയൂഷിന് ആന കാണാൻ നല്ല ഇഷ്ടം. കാടാണ് നമ്മള് വീട്ടിലെത്തിയ വ്ളോഗ് ഇടും. അതെ, അല്ലെ ആന തന്നെ ഇട്ടോളൂ. പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. നമുക്കൊരു ഊട്ടി റേഞ്ചൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. കാരണം അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് അത്യാവശ്യം റേഞ്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയ സ്ഥലമാണ്. അപ്പം പോയൊക്കെ എന്തായാലും നല്ല കാഴ്ചകൾ കിട്ടുമോ നോക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഓക്കെ, ഗായ്സ്, നമ്മളതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പകുതി വൈക്ക് വെച്ചിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് അവിടെ എത്തിക്കണു. ഇതാണ് വ്യൂ പോയിന്റ്. ഒരു താത്ര ഓടിച്ചത് ഗായ്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. നമുക്ക് നല്ല കാഴ്ചകളും കാര്യങ്ങളും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ഹൈറ്റ് വരെ നമ്മൾ എത്തിക്കണം.
നമുക്ക് ഇനി ഒരുപാട് കയറാണ്ട്, ഒരു 3 കിലോമീറ്റർ ഇനിയും കയറാണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമ്മൾ കക്കാടംപൊയിൽ ടൗണിലെത്തും. അവിടെ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, പോവാം. ജുവായ്. അപ്പോൾ ഗായ്സ് ഈ സ്ഥലം ബായ് പറയാണ്, ബായ്. വീണ്ടും കാണാം ഗായ്സ്. ഞങ്ങളങ്ങനെ കയറിക്കൊണ്ട് നിൽക്കണം മേലേക്ക്. വണ്ടിയുടെ ബ്ലോക്ക് ഉണ്ട് ചെറുതായിട്ട്. ഞങ്ങളതിന് ഇനി മേലേക്ക് പോവാണ്. അപ്പോൾ അത്യാവശ്യം കാണാനൊക്കെ അവിടെ പോയിട്ട് കാണാൻ നമുക്ക്. അപ്പോൾ എന്തായാലും അവിടെ പോയാൽ നമുക്ക് എന്തായാലും ഗായ്സ് സിനിമയിൽ മാത്രം കാണുന്ന വ്യൂകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോടെയും കാണുക. പിന്നെ കക്കാടംപൊയിൽ വരുന്നോട് ശ്രദ്ധിക്കുക. വെള്ളം, ഫുഡ്, അതുപോലെ കാര്യങ്ങളൊക്കെ എഴുതുക. അത്യാവശ്യം കടകളും കുറവാണ് ഇവിടെ കടകൾ. നല്ല വ്യൂ ആണ് ഗായ്സ്. ഈ ഒരു ഫ്രെയിം നോക്കിയും എന്താ ലുക്ക്. ഇവിടെ ചായക്കട ഉണ്ട്, നമ്മളെപ്പോഴും പോണ ചായക്കടയുണ്ട്, ദാടി കട ചായക്കട. അവിടെ നല്ല രതീഷും അതുപോലെ തന്നെ വേറെന്താ ഗായ്സ്. ഞങ്ങളങ്ങനെ കക്കാടംപൊയിൽ എത്തിയിരിക്കുകയാണ്. കക്കാടംപൊയിൽ മുകളിലെത്തി നമ്മൾ. അപ്പോൾ എവിടെയാണ് ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊന്നര പോയേക്കാം. ഇല്ലോ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് അപ്പുറത്ത്. എന്ത് ഗായ്സ് നമ്മളങ്ങനെ കക്കാടംപൊയിൽ എത്തിയിരിക്കുകയാണ്. ടൗണിലെത്തി നമ്മൾ. ഈ ഒരു ഭാഗമാണ് മറ്റേ ഹൈ റേഞ്ച് ഭാഗങ്ങൾ. ഇവിടെ ടൗൺ വരും, കക്കാടംപൊയിൽ ഫുൾ ടൗൺ. നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് കുറച്ച് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൂളപ്പൊരി വെച്ചേക്കാം. പൂളപ്പൊരി കഴിക്കാം നമുക്ക്. പൂളപ്പൊരി ഇവിടെ രാത്രി ഇങ്ങോട്ട് തണുപ്പ് ഇറങ്ങൂലേ? അല്ലേ കുറച്ച് ഇറങ്ങൂലേ? ഞാൻ അന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് തണുപ്പ്. അവിടേക്ക് കയറിയാണ്. ആ വഴി ഉണ്ടോ? ആ വഴി വേറെ കിട്ടുന്നു. സന്ധ്യ വന്നപ്പോൾ അവിടെ പോയിട്ടോ ആ മോൾക്ക്. ആ മുകളിൽ അങ്ങനെ കയറിപ്പോയി ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ പൂളപ്പൊരി ഉണ്ട് ഇവിടെ. ഇവിടുത്തെ നമ്മൾ പൂളപ്പൊരി വെച്ച് നോക്കാൻ പോട്ടോ. നല്ല മസാല കിട്ടും. കൊള്ളാം. ചെറിയ ചാനലൊക്കെ ഉണ്ട്. സോളോ ഇട്ടു. ഇതൊക്കെ 30 രൂപ ഇത്ര ഉണ്ട് കേട്ടോ അവിടെ. ഹലോ നിങ്ങൾ വീട് നോക്കാം. ഇവിടെ തന്നെ ഇവിടെ താഴെ. അല്ല നമുക്ക് ഇനിയിപ്പോ പെരുന്നാൾക്ക് പോകാൻ ഏതാ സുഖം? ആ ഏതാ കുറവേതാ? ഗായ്സ് പൂളപ്പൊരി നിന്ന് പീയൂഷ് വാ ഇങ്ങോട്ട് വാ. ഗായ്സ് ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് അന്ന് കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഒപ്പം വന്നപ്പോൾ കാണിച്ച സ്ഥലം. അടിപൊളി വ്യൂ അവിടെ കണ്ടോ. ഈ ഒരു ഫ്രെയിമൊക്കെ സീനല്ലേ? ഓക്കെ ഈ ഒരു ഫ്രെയിം അടിപൊളി കേട്ടോ. പിന്നെ അത് അതേപോലെ ഈ വീടുണ്ട്. ഈ വീടിൻ്റെ ഒരു സംഭവം പറയാണ്ട്. ഈ വീട്ടിലത്തെ ആളെ സ്ഥലമാണ് ഈ കാണുന്ന മുഴുവൻ. ഈ കക്കാടംപൊയിൽ ടൗണ് ഫുള്ള് അയാളെ വീടാണ്. അല്ല അയാളെ സ്ഥലമാണ്. ഗൈസ് അപ്പം ഇങ്ങനെ പൂളപ്പൊരി ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കട്ടെ ഇവിടെ. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പോയി കാണുക. അതേപോലെ നമുക്ക് കുറച്ച് ഓർമ്മകൾ കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഈ സ്ഥലം കണ്ടോ? ജസ്റ്റ് ഞങ്ങൾ എടുത്തില്ല സ്ഥലമാണ് നിലമ്പൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട് കക്കാടംപൊയിലാണ് സ്ഥലം. അപ്പോൾ ഇത്രയും വൈബാണ് ഇവിടെ കാണുമ്പോൾ. കണ്ടോ ഇങ്ങനെ കാണാം അല്ലേ വിഷയം? പിന്നെ ആ ഭാഗമൊക്കെ അവിടെ കാണാം. മലയൊക്കെ കുരിശുമല ഭാഗങ്ങൾ അവിടേക്കാണ് അത്യാവശ്യം ടൂറിസ്റ്റ് സൈഡുകൾ വരുന്നത്.
അപ്പോൾ പറഞ്ഞു വെച്ചാൽ ലൈഫ് ഈസ് എ ഷോർട്ട് ട്രാവലിംഗ്, എൻജോയ് ഇറ്റ് വെൽ. നല്ലോണം എൻജോയ് ചെയ്യുക. കുറച്ച് നിമിഷങ്ങളുള്ളൂ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, അധികം നിമിഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ജീവിക്കുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. ഓക്കെ, അത്രയുള്ള വിഷയം പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ കുറേ സാഡ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. സാഡിന് വലിയ ഒരു ഇതില്ല, പ്രാധാന്യമില്ല ലൈഫിൽ. നമ്മൾ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ പൂളപ്പൊരി നമ്മൾ എവിടെ കിടക്കണം, നമ്മളന്നൊരു ഇവിടെ വന്നൊരു പൂളപ്പൊരി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വൈബാണ്, അത്രേ ഉള്ളൂ. ഈ ടുട്ടു സോഡ ടുട്ടു, ഒരു സോഡ ഇതാ, രണ്ടാമത്തെ സോഡ, പച്ചവെള്ളം ഒരു കുപ്പി, പുളിച്ചു കറ സോഡ, ഒറിജിനൽ ജീരക സോഡ. അതെ, ഒറിജിനൽ ജീരക സോഡ രണ്ടെണ്ണം, ഒരു വെള്ളക്കുപ്പി. പോരാത്തതിന് ചിപ്സ് ഹൈ റേഞ്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടാണ് തോന്നുന്നത്. ഹൈ റേഞ്ചാന്ന് പറഞ്ഞിട്ട് ഫുൾ തീറ്റ. പൂളപ്പരി തിന്നാനായിട്ട് ഞങ്ങൾ 50 കിലോമീറ്റർ വണ്ടി വന്ന്. എന്താ പറയുക, എന്നിട്ട് കണ്ടോ വെറും തീറ്റ തന്നെ അല്ലേ. ചായക്കട, സ്പെഷ്യൽ ചായക്കട ഫ്രം കക്കാടംപോയി. ഏതാ നമ്മുടെ ചായപ്പീടിയ, അത് നമ്മുടെ കട. കുറേ എണ്ണക്കടികൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവനാണെന്ന് വെച്ചാൽ ഇരുന്ന് തിന്നെ തന്നെ 2 കുപ്പി സോഡ, വെള്ളം. ആ, മിക്കവാറും ഇവിടുന്ന് പോണേ മുന്നേ ഈ കട വാങ്ങണം എന്നാണ് ഇപ്പോൾ ഒരു പ്ലാൻ. അല്ലേ കിട്ടുമോ? സോഡ ഒറിജിനൽ ഹൈറേഞ്ചുണ്ട്. സോഡയ്ക്ക് ടച്ചിങ്സ് ആണ് പൂള. അതാ സോസ്, കടയിലെ സോസ്, മയണൈസ്, മച്ചനൈസ്. എങ്ങനെയുണ്ട് രതീഷ്, എങ്ങനെയുണ്ട്? എന്താ ഇപ്പോൾ അവൻ്റെ ഒക്കെ ഒരു അവസ്ഥ? അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ ചായക്കടയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആട്ടെ ഈ കാണുന്നത്. അവിടെ നോക്കി കഴിഞ്ഞാൽ അത് ഈ ബാക്കിൽ നല്ല വ്യൂ ആണ്. കുറച്ചും കൂടി പോയേക്കാം, അപ്പോൾ കാണാം നമുക്ക്. ആണ് ഗായ്സ്, ഞങ്ങളത് ഞാനും ബ്രദറും വന്നപ്പോൾ അത് ആ മേടം മുകളിൽ വരുന്നീന്ന്. അവിടെ അത്യാവശ്യം വന്ന് നമുക്ക് കുറച്ച് മഴക്കാരനോട് നല്ല തണുപ്പായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും ഇവിടെ തണുപ്പുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അത്ര ഒരു കൂളിംഗ് ഇല്ല, എന്നാലും നമുക്ക് തണുപ്പുണ്ട് അല്ലേ. ഒരു ഉച്ച ടൈം ആണെങ്കിലും തണുപ്പുണ്ട് ഇവിടെ. പിന്നെ ഗായ്സ് കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ മുതലാളിയുടെ വീട് കേട്ടോ, വലിയ മുതലാളിയാണ്. പിന്നെ ഇതാ ഈ പൂവ്, ഇതൊരു വെറൈറ്റി പൂവാ ഗൈസ്, കണ്ടോ, വെറൈറ്റി. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോസ്. നമുക്ക് അപ്പുറത്തെ സ്ഥലത്ത് പോകാണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ആ വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, ബ്ലുപ്പടി. ഗായ്സ്, ഇതാണ് കക്കാടംപൊയിൽ ടൗൺ കേട്ടോ. ടൗണ് ഈ ഒരു ഭാഗം, ഈ കുറച്ച് ഭാഗങ്ങളാണ് ഈ കക്കാടംപൊയിൽ ടൗണ്. ഗായ്സ്, ഇപ്പോഴേക്ക് ജീപ്പ് സർവീസ് മാത്രമേ കേട്ടോ, അല്ലാതെ കണ്ടോ ഒരു ഹൈ റേഞ്ച് ഭാഗമാണ്. അപ്പോൾ ഇത്രയുള്ള ഇവിടുത്തെ ടൗണും കാര്യങ്ങളൊക്കെ. ഗായ്സ്, ഈ ഒരു വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി വ്യൂ കേട്ടോ ഈ കാണുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് കുറച്ചൊക്കെ വ്യൂസുകളും കാണാനുണ്ട്. ആ കാറ് വരുന്നു. ഓക്കെടാ, ബൈ. അയ്യാ ഗായ്സ്, ഇവിടെ ഫോഗി മോഡ് റിസോർട്ട് ഉണ്ട്, അല്ല ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ ആ പാർക്കിനടുത്ത് കുറച്ച് വ്യൂസ് ഉണ്ട്, ആ വ്യൂകളുണ്ട്, നമുക്ക് കണ്ടുപോരാം. ഓക്കെ, മെല്ലെ ഗായ്സ്. ചെറുക്കം എന്താ ഗായ്സ്, ഫോഗി മൗണ്ടൈൻ. അപ്പോൾ ഈ റോഡിൽ നമുക്ക് പോകേണ്ടത്. ഇനി നമുക്കൊരു കുത്തനെ കയറ്റം കയറാണ്ട്, മാത്രമല്ല ഒരു അജാന കയറ്റം കയറാണ്ട് ഗായ്സ്. ഈ സ്ഥലം അന്ന് ഞാൻ വ്ളോഗ് എടുത്താണ്, പക്ഷേ അന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഇതിൽ. ഇതാ ഗായ്സ്, ഫോഗി മൗണ്ടൈൻ കണ്ടോ ആള് വരുന്നൊക്കെ. ഗായ്സ്, ഇതാണ് ഫോഗി മൗണ്ടനിലെ കാഴ്ചകൾ കണ്ടോ. വാട്ടർ ആക്ടിവിറ്റീസും കുറേ ഉണ്ട് കേട്ടോ. ഏതാ ആ സാധനം. പിന്നെ ആ സിബും ആൾ വരുന്നുണ്ടോ, ഇതൊക്കെ വിഷയം ആള് വരുന്നൊക്കെ. വയസ്സ് നല്ല സ്പീഡിലോട്ട് വരുന്നേ ഹലോ. ഇവിടെ ഒന്ന് മുട്ട് ഹലോ ഹലോ ഹലോ.
ഗായ്സ് അങ്ങനെ മുട്ടിയോടെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. ഇത് പക്ഷെ കയറാൻ 1000 റുപ്യാണ് ഒരാൾക്ക്. 1000 കുറച്ച് അധികമാണ്. എല്ലാ റൈഡും കയറാട്ടോ. പക്ഷെ എന്നാലും ഇതിൽ രസമുണ്ട് അല്ലേ ഗായ്സ്. ഫോഗി മൗണ്ടൻ എന്ന് പറഞ്ഞ പാർക്കാണ്. അത്യാവശ്യം അടിപൊളി പാർക്കാണ്. അവിടെ അഡൽട്ടിന് ചാർജ് ചെയ്യുന്നത് 800 രൂപയാണ്. അതേപോലെ കുട്ടികൾക്ക് 200 രൂപ. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളല്ലേ നമ്മളെ ഇത്ര മൂന്ന് കുട്ടികൾക്കൊക്കെ ഏകദേശം 490 ആ റേഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതിലേക്ക് ഇവിടുന്ന് വിടുന്നത് ഗൈസ് ഇങ്ങോട്ട് കയറാൻ പറ്റണപ്പം ഗൈസ്. ഈ ഒരു ഫ്രെയിം കണ്ടവർക്കാരട്ടോ. ഞാൻ ഇവിടെ ഇതിന് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നമുക്കൊരു 1000 രൂപ റേഞ്ച് തോന്നുന്നു ഒരു ദിവസം നിൽക്കാൻ. അങ്ങനെ തോന്നുന്നു. ഞാൻ അന്ന് വന്നപ്പോൾ അത്രേ പറഞ്ഞിരുന്നത്. ഇവിടുന്ന് ഇത് ഏറ്റവും ടോപ്പട്ടത് ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞതാ. നമ്മളാ ഒരു കക്കാടംപൊയിൽ ടൗണ് ഫുള്ള് കാണാം. അങ്ങനെ ഇവിടെ കണ്ടോ അടിപൊളിയാണ്. എന്തായാലും ഞങ്ങളുടെ ബീച്ച് സ്ഥലം പൊളി സ്ഥലമല്ലേ. ഞാനെന്തായാലും ഇവിടെ ഒരു വട്ടം വന്നാണ് ഇതിന് മുമ്പേ. പക്ഷേ അന്ന് നല്ല കോടയായിരുന്നു. നല്ല കോട പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ അതിൻ്റെ വീഡിയോ കുറച്ച് മുമ്പുണ്ട്. നല്ല കോടയായിരുന്നു. ഇപ്പോൾ കോട കുറവാണ്. എന്നാലും തണുപ്പുണ്ട് ഇവിടെ. അത്യാവശ്യം തണുപ്പുണ്ട് അല്ലേ. തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. ഞാനുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ. ട്രാവൽ എക്സ്പീരിയൻസ് ഇടല്ലേ. ഒരു ലോങ് റൈഡാണ്. ഭയങ്കര തണുപ്പാണ്. യെസ് ഗൈസ്. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയാം. അതേമാതിരി കണ്ടോ അന്ന് ഗൈസ് ഇവിടെ നിന്ന് കണ്ടില്ല. അത്രയും കോടയായിരുന്നു. ഇവിടെ കാണാൻ പറ്റുന്ന കണ്ടു. ആണോ ഓ അവിടെ ഏതോ വലിയൊരു ഇതുണ്ടോ അതൊക്കെ ആണോ. അപ്പം എന്തായാലും ഇവിടെ തെറിക്കാം നമുക്ക്. എന്തായാലും ഇവിടെ വന്നാൽ നമുക്ക് ഈ വാച്ച് ടവറിൽ നിന്ന് കയറി വെക്കാം. ഗൈസ് നമ്മളതിൻ്റെ മുകളിൽ കയറി ഇവിടുത്തെ വ്യൂ കാണാം. ആ ഗൈസ് ഇതാണ് വ്യൂ. ഫസ്റ്റ് അവിടുന്ന് വിടും. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് വിടും. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊന്നും നേരെ വീഡിയോയിലേക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ.